പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ക്രിസ്തീയ ഗാനമാണ് പെന്തക്കുസ്ത നാളിൽ മുൻമഴ പെയ്യിച്ച കർത്താവെ പിന്മഴ പെയ്യിക്കണം എന്ന ഗാനം. നമുക്കറിയാം, വർഷകാലത്ത് ധാരാളം മഴ പെയ്യും. പക്ഷേ അതിനേക്കാളേറെ പിന്മഴ, വർഷകാലമെല്ലാം കഴിഞ്ഞ് മഴക്കാലമെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് വേനൽക്കാലത്തേക്ക് കടന്നു വരും. വേനൽ മഴകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അടുത്ത വർഷകാലം ആരംഭിക്കുന്നതിന് മുമ്പ് വേനലിൽ ഉണ്ടാകുന്ന മഴ വളരെയധികം കുളിർമ നൽകും. കാരണം കഠിനമായ വേനലിൽ ഭൂമിയെല്ലാം വരണ്ടുണങ്ങി വൃക്ഷങ്ങളൊക്കെ വെള്ളം കിട്ടാതെ വിഷമിച്ച്, മനുഷ്യർക്കാണെങ്കിൽ ഈ ചൂട് കൊണ്ടുള്ള ഇറിറ്റേഷനും അസ്വസ്ഥതകളും ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ നല്ല ഒരു മഴ പെയ്താൽ അത് വലിയ കുളിർമയുടെ ഒരു അനുഭവം നൽകും. വർഷകാലത്തെ മഴയേക്കാളും വേനൽ മഴ, അവസാനത്തെ മഴ, അത് കൂടുതൽ സന്തോഷം നൽകുന്ന ഒന്നാണ്. ഇങ്ങനെ വേനൽക്കാലത്ത് നല്ല രീതിയിൽ മഴ പെയ്തു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ദാഹം, പരവേശം അതൊക്കെ മാറും. അന്തരീക്ഷം തണുക്കും, കുളിർമയുള്ളതായിട്ട് തീരും. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ പൊടിപടലങ്ങളെല്ലാം അന്തരീക്ഷത്തിലുണ്ടാകുന്ന തിങ്ങി നിറഞ്ഞിരിക്കും വേനൽക്കാലത്ത്. പക്ഷെ മഴ പെയ്ത് കഴിയുമ്പോൾ ആ പൊടിപടലങ്ങളെല്ലാം അടങ്ങി അന്തരീക്ഷം വളരെ ക്ലിയറാകും, മനോഹരമായിട്ട് തീരും. അതുപോലെ തന്നെ വറ്റി വരണ്ട കിണറുകളിലൊക്കെ വീണ്ടും ജലം നിറയുന്നതിന് കാരണമായിട്ട് തീരും. വാടി നിൽക്കുന്ന, കഠിനമായ ചൂട് കൊണ്ട് വാടി നിൽക്കുന്ന, വളർച്ച മുരടിച്ച ചെടികളെല്ലാം വീണ്ടും ഉന്മേഷത്തോടു കൂടി വളരുവാൻ തുടങ്ങും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വരണ്ടുണങ്ങിയ മണ്ണിൽ കിടക്കുന്ന വിത്തുകൾ മഴ പെയ്യുമ്പോൾ പൊട്ടിമുളച്ച് വളരുവാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതെല്ലാം വേനൽ മഴയുടെ പ്രത്യേകതകളാണ്. ഇതുപോലെ പെന്തക്കുസ്ത എന്ന ആ വേനൽ മഴ നമുക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ ഒരു മഴ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇതെല്ലാം വ്യക്തികളുടെ ജീവിതത്തിലും സമൂഹത്തിലും ഉണ്ടാകും. അതുവരെയുള്ള വരണ്ടുണങ്ങിയ അവസ്ഥ മാറും. പുതിയ കുളിർമ ജീവിതത്തിലുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഉറങ്ങിക്കിടക്കുന്ന നന്മയുടെ വിത്തുകളെല്ലാം പൊട്ടി മുളച്ചു വരുന്ന അനുഭവം ഉണ്ടാകും. വാടിത്തളർന്ന ജീവിതങ്ങൾക്ക് വീണ്ടും പുഷ്ടി പ്രാപിച്ച് വളരുവാനായിട്ട് സാധിക്കും. നമ്മളുടെ ആത്മീയ അന്തരീക്ഷം, സമൂഹം വളരെ ക്ലിയറായിട്ട് മാറുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വരണ്ടുണങ്ങിയ അവസ്ഥയ്ക്ക്, നമ്മുടെ തളർച്ചയ്ക്ക്, വളർച്ച മുരടിച്ച അവസ്ഥയ്ക്കൊക്കെയുള്ള പരിഹാരം ഒരു പുതിയ മഴ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ മഴ ഉണ്ടാവുക എന്നുള്ളതാണ്. ആദ്യ നൂറ്റാണ്ടിൽ പെയ്ത മുൻമഴ പോലെ തന്നെ ഈ അവസാന കാലഘട്ടത്തിലും ഒരു പിന്മഴ നമുക്ക് ആവശ്യമാണ്. പുതിയ ഒരു പെന്തക്കുസ്ത ആവശ്യമാണ്. ഇന്ന് വരണ്ടുണങ്ങിപ്പോയ ജീവിതങ്ങൾ, നന്മ വറ്റിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ,
ശുഷ്കിച്ചു പോയ ആത്മീയ പ്രസ്ഥാനങ്ങൾ, ശുഷ്കിച്ചു പോയ ശുശ്രൂഷകൾ, ഇതെല്ലാം വീണ്ടും തഴച്ചു വളരാൻ നമുക്ക് ഒരു മഴ ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ മഴ. പെന്തക്കുസ്തായുടെ പുതിയൊരു അനുഭവം. പെന്തക്കുസ്താ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ നാളുകളിൽ നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവെ, മുൻമഴ അയച്ചതുപോലെ ഒരു പിന്മഴ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വാടിത്തളർന്ന ജീവിതത്തെ ഉണർത്താൻ വേണ്ടി സ്വർഗത്തിൻ്റെ ആത്മാവിനെ ഒരിക്കൽ കൂടി ഈ കാലഘട്ടത്തിലേക്ക് അയക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വീണ്ടും പെന്തക്കുസ്താ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നിനാവുകളായി വീണ്ടും വന്നു നിറയണമേ. കർത്താവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സഭാമക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ.